അരുന്ധതി ടീച്ചറുടെ അനുഭവക്കുറിപ്പുകൾ ഭാഗം 3. രചന കൊട്ടാരക്കര ഷാ. ബെല്ലടിച്ചതും നിറഞ്ഞ ചിരിയുമായി ടീച്ചർ ക്ലാസ്സിലെത്തി. ബഹളക്കാരെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. കുഞ്ഞുങ്ങളെ, ഇന്ന് മലയാള ഭാഷയിലെ ഒരു വാക്കിന്റെ വ്യത്യസ്ത അർത്ഥങ്ങളെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ? ആ ദിവസം പാഠപുസ്തകത്തിൽ അധികമില്ലാത്ത ഒരറിവ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ടീച്ചർക്ക് തോന്നിയത്. പാടില്ല എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പുകവലി പാടില്ല, ഇനി ഞാൻ പാടില്ല, ഇപ്പോൾ ആ പാടില്ല, അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചിന്തകൾ സന്നിവേശിപ്പിച്ച് ഇളം മനസ്സുകളുടെ കൗതുക കണ്ണുകൾ നോക്കിയിരിക്കാൻ ടീച്ചർക്കും കൗതുകമായിരുന്നു. സർവീസിലെ അവസാന ദിവസവും കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച ടീച്ചർ അല്പനേരം ഇരിക്കാൻ സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോൾ പുറത്ത് ഗ്രൗണ്ടിനടുത്തൊരു ബഹളം. ഇന്റർവെൽ സമയത്ത് പിള്ളേര് ക്രിക്കറ്റ് കളിച്ച് ജനൽ ചില്ല് പൊട്ടിച്ചതിന്റെ അരിശത്തിലാണ് പ്രവീണും നിർമ്മലും, കൂടെ 5 ബിയിലെ രേവതി ടീച്ചറും ഉണ്ട്. ആ ഋതിക്കും നിഹാലുമാണ് സ്ഥിരം ബാറ്റും ബോളും കൊണ്ടുവരുന്നത്. രണ്ടിനും ശരിയാക്കുന്നുണ്ട് ഞാൻ. നല്ല ദേഷ്യത്തിലാണ് നിർമ്മൽ സാർ. പിള്ളേര് ഗ്ലാസ് പൊട്ടിയെന്ന് കണ്ടപ്പോൾ തന്നെ ഓടി ക്ലാസ്സിൽ കയറി. കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടി ബാറ്റ് കൊണ്ടടിച്ച 4 ബിയിലെ സച്ചിൻ ബിജു ഇന്നലെയാണ് ഡിസ്ചാർജ് ആയത്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമോ? ഈ പിള്ളേരൊക്കെ ഇങ്ങനെയായാൽ എന്ത് ചെയ്യും എന്ന് നിഹാലിന്റെ ക്ലാസ് ടീച്ചർ രേവതി. മികച്ച അധ്യാപകരാണെങ്കിലും കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത ഈ തലമുറയിലുള്ളവരെ കുറിച്ച് ടീച്ചർക്ക് ആശങ്കയുണ്ടായിരുന്നു. സ്റ്റാഫ് റൂമിൽ വിളിപ്പിച്ച് ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞു, കുട്ടികൾ സിനിമയും സീരിയലും സോഷ്യൽ മീഡിയയും ഒക്കെ കണ്ടിട്ട് അത് അവരെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ ടീച്ചേഴ്സ് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ, തിരിച്ച് അറിഞ്ഞിടപെട്ടാൽ അവർക്ക് കൃത്യമായി മനസ്സിലാവും. 99-ൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, സജു എന്നാണ് അവന്റെ പേര്. ഇപ്പോൾ അവൻ ഒറ്റപ്പാലത്ത് പീടികയാ. ഈ സജു ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ടീച്ചറെ, ഞാൻ കുറച്ച് കറുത്തിട്ടല്ലേ? അതിനെന്താ, സജുവിനെ കാണാൻ നല്ല ചന്തമുള്ള കുട്ടിയല്ലേ? പക്ഷെ ടീച്ചറെ, എനിക്കിനി ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി വെളുത്ത കുട്ടി ആവണമെങ്കിൽ വെളുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. അതുകൊണ്ട് ടീച്ചറെ, 3ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടി പുതുതായി വന്നു ചേർന്നിട്ടുണ്ട്. നല്ല വെളുത്ത പെൺകുട്ടിയാ. ഞാൻ ആ കുട്ടിയോട് പോയിട്ട് ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചോളാമെന്ന് പറയാൻ പോവാ ടീച്ചറെ. ഇങ്ങനെയൊക്കെ പലതും കുഞ്ഞുങ്ങൾ പറയും, ചെയ്യും. അവരെന്തൊക്കെയോ കാണുന്നു, കേൾക്കുന്നു. അതെന്താണെന്ന് എന്നൊന്നും അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല. അങ്ങനെ പറയാൻ ധൈര്യമുള്ള കുട്ടികൾ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. പലതും പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇന്നൊന്നും വേണ്ട. ആ കുട്ടികളെ എന്നെ വന്ന് കാണാൻ പറയും. രേവതി ടീച്ചർ 9-ന് മുൻപ് എന്നെ വിളിക്കും. ചിലത് കൂടി പറയാനുണ്ട്. തുടരും.